മന്ത്രിസഭ അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായി ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് നടന്നത്. അത് സർക്കാരിൻ്റെ നയങ്ങളുടെ പ്രതിഫലനമാണ്. കേരളം ഒരു പുതുയുഗത്തിലേക്ക് ചുവടുവയ്പ് നടത്തുകയാണ്. ഒരു പുതിയ കാലത്തിലേക്ക് കടന്നു വരികയാണ്. ആ നയ വ്യതിയാനവും ആ നയങ്ങളുടെ പ്രഖ്യാപനവുമാണ് ഇന്ന് ഗവർണർ നടത്തിയത്. അതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്: ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കും. എല്ലാ വെല്ലുവിളികളെയും ജനാധിപത്യപരമായ മാർഗത്തിലൂടെ അതിനെ മറികടന്ന് അതിനെ അതിജീവിച്ച് ഈ പുതുയുഗത്തിലേക്കുള്ള യാത്ര തുടരും. നിങ്ങൾക്കറിയാം, 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 തീരുമാനമെടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് അതിൻ്റെ സാമ്പത്തികമായ മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിച്ച്, ഗവൺമെൻറ് തലത്തിൽ പരിശോധിച്ച് ഉചിതമായ സമയത്ത് മറ്റു പരിപാടികൾ കൂടി പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്വപ്ന പദ്ധതികൾ കേരളത്തിനെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന വലിയ സ്വപ്നം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളെയും ഒരു കണ്ടെയ്നർ ടെർമിനലിനെയും 17 മിനി തുറമുഖങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പദ്ധതിക്ക് ഈ സർക്കാർ തുടക്കം കുറിക്കും. ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏവിയേഷൻ ഹബ്ബാക്കും. കാരണം ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് നമുക്കുള്ളത്. അതിനാവശ്യമായ ഏവിയേഷൻ പ്രോജക്റ്റുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏവിയേഷൻ ഹബ്ബാക്കി സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ 10,000 MSMEകൾക്ക്, ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് സർക്കാർ പലതരത്തിലുള്ള സഹായം നൽകും. അതെല്ലാം ബജറ്റിൽ പ്രഖ്യാപിക്കും. കാർഷിക മേഖലയെ ഉണർത്താനുള്ള പദ്ധതികളുണ്ടാവും. സഹകരണ പ്രസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തിരിച്ചു കൊണ്ടുവരാനും അതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനും ഉള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുക. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കും. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു കാലത്തിന് അനുയോജ്യമായ രീതിയിൽ ഏറ്റവും പുതിയ അറിവുകളെ മുഴുവൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റം നമ്മുടെ സർവകലാശാലകളെ, സ്ഥാപനങ്ങളെയെല്ലാം വലിയ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും സർക്കാർ രൂപീകരിക്കുന്ന പദ്ധതികളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ പരിസ്ഥിതിയും കാലാവസ്ഥാ വ്യതിയാനവുമായിരിക്കും. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ്, സുസ്ഥിര വികസന മാതൃകയാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ താല്പര്യം. നമ്മൾ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് മയക്കുമരുന്നാണ്. ആ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികളുമായി ഗവൺമെൻറ് പോകും. അതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കും. തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ മാറ്റാനുള്ള നടപടികളുണ്ടാകും. മലയോര കർഷകരുടെ വിഷമങ്ങൾ, വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആധുനികവും പഴയ നിലനിൽക്കുന്നതുമായ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാകും. പൊതുജനാരോഗ്യം, അതുപോലെ ക്യാൻസർ കെയർ, മാതൃശിശു ആരോഗ്യം, വയോജനങ്ങളുടെ ആരോഗ്യം, മാനസികാരോഗ്യം എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് ചികിത്സാ ചെലവ് കുറയ്ക്കാനുള്ള പദ്ധതികൾ ഉൾപ്പെടെ പൊതുജന ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികളുണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രത്യേകമായ പരിഗണന കൊടുക്കും. വ്യവസായങ്ങളെ ആകർഷിക്കാനുള്ള ലാൻഡ് ബാങ്ക് രൂപീകരിക്കും. ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഉപാധിരഹിത പട്ടയങ്ങൾ എവിടെയെല്ലാം കൊടുക്കാൻ പറ്റും അതെല്ലാം കൊടുക്കും. പ്ലാന്റേഷൻ മേഖലയിലെ നിയന്ത്രണങ്ങൾ മാറ്റാൻ ഉൾപ്പെടെ ഉള്ള ഭൂനിയമങ്ങൾ, കാലഹരണപ്പെട്ട ഭൂനിയമങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ അതിലാവശ്യമായ ഭേദഗതികൾ വരുത്തും. ദളിത് പ്രശ്നങ്ങൾ, SC/ST പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ കുട്ടികളുടെ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ഗ്രാൻഡ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങളുള്ളത് നീക്കും. അവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾ,
അവരുടെ ഭൂമി അവർക്ക് നൽകുന്നതിനുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകും. നമുക്ക് അപ്പോയിൻമെൻറ്റുകൾ നടക്കുമ്പോൾ 3 വർഷം കൂടുമ്പോൾ കൃത്യമായി പരിശോധിച്ച് ഈ SC/ST പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കുറവുകളുണ്ടെങ്കിൽ അത് നികത്താനുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകും. നിങ്ങൾക്കറിയാം, സീനിയർ സിറ്റിസൺസിന് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരാണിത്. അത് വളരെ മികച്ച രീതിയിൽ അത് ആവിഷ്കരിക്കും. ടൂറിസം രംഗത്തും സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെൻറ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് കറസ്പോണ്ടിങ്ങായി ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. ഇതനുസരിച്ചുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങൾ. ബജറ്റ് പ്രഖ്യാപിക്കാത്തതുകൊണ്ട് ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, അനൗചിത്യമാണ് അത് പറയാൻ. ഇതാണ് പദ്ധതി.